പ്യൂർലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബേസ് പ്ലാൻ ആണ്. ഒരു ബേസ് പ്ലാൻ ആണ് ഉത്തം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇൻഷുറൻസിൽ അഡ്വൈസേഴ്സ് ആയിരിക്കുന്നവര് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ കൂടിയാണ്. കാരണം എല്ലാ കമ്പനികളുടെയും പ്ലാൻ തീരുമാനിക്കുന്നത് നമ്മളാണോ? അല്ല അല്ലെ. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി നമുക്കൊരു പ്ലാൻ തരും അല്ലെ, എന്നിട്ട് നമുക്ക് കൊടുത്തോന്ന് പറയാണ്. നമുക്കും നമ്മുടെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് പലതായിരിക്കും അല്ലെ. ഇവിടെ ഇരിക്കുന്ന മാമിനുള്ള ആവശ്യമായിരിക്കില്ല സാറിനുള്ളത് ആസ് എ കസ്റ്റമർ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ മിക്ക ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്ലാനിൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ പ്ലാനുകളിലും കാണുന്ന ഒരു സാധനമാണ് മെറ്റേണിറ്റി അല്ലെ. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാള് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്, അയാൾക്ക് മെറ്റേണിറ്റിയുടെ ആവശ്യം ഉണ്ടാവും ഇല്ല. അയാൾ പറയണം എനിക്ക് ഈ സാധനം വേണ്ട, നിങ്ങളത് ഒഴിവാക്കിക്കോ. ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്ലാൻ പറയും, പ്രീമിയം പറയും, എനിക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. കാരണം ഞാനാണോ അത് വെച്ചേക്കുന്നേ? അല്ല, പ്ലാനിന്റെ സാധനം ഓൾറെഡി ഉണ്ട്, ഇതാണ് പ്ലാൻ, ഇതാണ് പ്രീമിയം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല ഫീച്ചേഴ്സും പലർക്കും പല താല്പര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനാണ് നമ്മൾ ഉത്തം പ്ലാൻ തന്നിരിക്കുന്നത്. കാരണം ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ബേസ് പ്ലാനാണ്. നമ്മള് ബൊഫേക്കൊക്കെ പോവാറില്ലേ, ബൊഫേ ഡിന്നറിനും ലഞ്ചിനൊക്കെ പോകില്ലേ? അപ്പൊ നമ്മൾ ചെന്നിട്ട് ഒരു പ്ലെയിൻ റൈസ് എടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ ഒരു ഉത്തം പ്ലാൻ എടുക്കുന്നത്. അത്യാവശ്യത്തിന് വിശപ്പടക്കാൻ വേണ്ടത് ഇതിനകത്ത്. അപ്പൊ പ്രീമിയം ആണ് ഒരു കസ്റ്റമറുടെ കൺസേൺ എങ്കിൽ ഈ ഒരു പ്ലെയിൻ റൈസ് കൊടുത്ത് നിങ്ങൾക്ക് ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യും. വിശപ്പടങ്ങുമോ പ്ലെയിൻ റൈസ് കഴിച്ചാലും അല്ലെ? അപ്പൊ എന്നാൽ അത്യാവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഒരു പ്ലാനിൽ എന്തൊക്കെയാണ് ബേസിക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു കസ്റ്റമർ വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാവശ്യമുള്ള കാര്യം അല്ലെ. പലരോടും ചോദിക്കുമ്പോൾ അറിയാം, എനിക്ക് ആശുപത്രിയിൽ പോയാൽ എന്റെ കയ്യിൽ കാശ് പോകരുത്. ഇതേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അതിനപ്പുറത്തേക്ക് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും പല ആൾക്കാർക്കും അതിൽ തോന്നുന്നില്ല. അപ്പൊ അതേപോലെ അസുഖം അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ആശുപത്രിക്കാർക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? മിനിമം 24 മണിക്കൂറെങ്കിലും ചികിത്സ നിങ്ങൾക്ക് അവിടെ നിന്ന് തരണം. എങ്കിൽ മാത്രമേ അവർ നമ്മളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പൊ ഈ 24 മണിക്കൂറിൽ കൂടുതലായിട്ട് വരുന്ന അഡ്മിഷന് മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടേമിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. സ്ക്രീനിൽ നിന്ന് പ്രോപ്പർലി ക്ലിയർ ആണോ അതോ? അപ്പൊ ഈ ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ആശുപത്രികളിലും കേൾക്കാറുണ്ട് IP വിഭാഗം, OP വിഭാഗം എന്നൊക്കെ അല്ലെ. OP ആയിരിക്കും നമുക്ക് കൂടുതലും അറിയുന്നത്. നമ്മൾ പോകുന്നത് OP ചീട്ടെടുക്കാനായിട്ട്. അപ്പൊ ആ OPയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് സംഭവം. IP എന്ന് പറയുന്നത് ഇതാണ് ഇൻപേഷ്യന്റ് വിഭാഗം, അഡ്മിഷൻ വിഭാഗം. അപ്പൊ അഡ്മിറ്റ് ചെയ്യുമ്പോ നമുക്ക് എന്തൊക്കെയാ ബില്ല് എത്ര പേര് കണ്ടിട്ടുണ്ട്? ആശുപത്രിയിലെ ബില്ല് കണ്ടിട്ടുണ്ടോ? ലാസ്റ്റത്തെ എമൗണ്ട് മാത്രമേ നോക്കാറുള്ളൂ പലരും അല്ലെ. ഒരു ബില്ല് കിട്ടി ആദ്യം പോകുന്നത് ഫൈനൽ പേജിലേക്കാണ്. ഇത്ര രൂപ വന്നു, പിന്നെ അടുത്ത ഓട്ടം എന്തിനാ? ആ കാശ് ഉണ്ടാക്കാനായിരിക്കും. അതല്ലാതെ ആ ബില്ലിന്റെ അകത്ത് ഇത്രയും രൂപ വന്നത് എന്തിനൊക്കെയാണെന്ന് നമ്മൾ ആരും ചെയ്ത് നോക്കാറില്ല, വായിച്ച് നോക്കാറില്ല. അതിനകത്ത് കുറെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. എന്തിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ബില്ല് എമൗണ്ട് വന്നത്? എത്ര പേർക്ക് അറിയാം എന്തിനൊക്കെയാണ് ആ ബില്ല് എമൗണ്ട് വരുന്നത് എന്നുള്ളത്? എന്തൊക്കെയാ ബില്ലിൽ ഉണ്ടാവുക? റൂമിന്റെ റെന്റ് വരാറുണ്ട്, നഴ്സസിന്റെ ചാർജ് വരാറുണ്ട്. തിരിച്ചു മുഖമായിട്ട് നമ്മളെ എന്നും കാണാനായിട്ട് നഴ്സ് സുഖമാണെന്ന് ചോദിക്കാൻ വരുന്നവരുണ്ട് അല്ലെ. പല മെഡിസിൻസ്, ഡോക്ടേഴ്സിന്റെ ചാർജ്, എക്യുപ്മെന്റ്സ്. ആ സമയത്ത് നമുക്കൊരു മൊട്ടുസൂചി കുത്താൻ എടുത്തിട്ടുണ്ടെങ്കിൽ സകല എക്യുപ്മെന്റ്സിന്റെ ചാർജ് ആ ബില്ലിലുണ്ടാവും അല്ലെ. ഇങ്ങനെ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ തൊട്ടുള്ള A to Z കാര്യങ്ങൾ, നിങ്ങൾ അവിടെ നിന്ന് പോരുന്ന ദിവസം ആ സമയം വരെയുള്ള A to Z കാര്യങ്ങളും ആ ബില്ലിനകത്തുണ്ടാവും. അപ്പൊ ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ബില്ലിനകത്താണ്. റൂമിന്റെ ചാർജ് അല്ലെ. നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നത് ഒരു സിംഗിൾ AC റൂമാണ്. എല്ലാ ആശുപത്രികളിലും കാണുന്ന ഒരു സിംഗിൾ പ്രൈവറ്റ് ആയിട്ടുള്ള AC സൗകര്യമുള്ള ഒരു മുറി. നമ്മുടെ ഈ ഒരു ഉത്തം പ്ലാൻ കൊടുക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട അല്ലെ ഒരു പ്രൈവസി ഉള്ള സിംഗിൾ ആയിട്ടുള്ള എന്നാൽ AC ആയിട്ടുള്ള ഒരു റൂം അവർക്ക് ഉപയോഗിക്കാം. ഇനി റൂം ആയിരിക്കില്ല, ചിലപ്പോൾ നേരിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ICUലേക്ക് ആവാം. പേടിക്കേണ്ട ആവശ്യമില്ല. ICU ആണെങ്കിലും ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞോളൂ. കാരണം ICUവിന്റെ തുക ഈ ഒരു ബേസ് പ്ലാൻ ആണെങ്കിൽ പോലും ഫുൾ എമൗണ്ട് നമ്മൾ കവർ ചെയ്യും. അപ്പൊ ആദ്യത്തെ പ്രശ്നം തീർന്നു, കിടപ്പാടോ അല്ലെ. ആശുപത്രി ചെന്ന പല ആൾക്കാരുടെ ആദ്യത്തെ കൺസേൺ എവിടെ കിടപ്പാണ്. അപ്പൊ കിടപ്പാട് കിട്ടി, പിന്നെ അത് കഴിഞ്ഞ് വേണ്ടത് എക്സ്പെൻസസ് കവർ ചെയ്യുമോ. ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ എക്സ്പെൻസുകളും, ഡോക്ടേഴ്സിന്റെ ചാർജസ്,
നഴ്സിംഗ് ചാർജസ്, ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ബ്ലഡ്, അല്ലെ, ഓക്സിജൻ, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുക്കും. ആ സാധനങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ലിസ്റ്റിന് പറയുന്ന പേരെന്താണ്? നോൺ മെഡിക്കൽ ഐറ്റംസ്, അല്ലെ. പല കമ്പനികളും പല പേരിൽ പറയാറുണ്ട്. ചിലര് NME, നമ്മളിവിടെ ഉപയോഗിക്കുന്ന NME എന്നാണ് കേട്ടോ, നോൺ മെഡിക്കൽ എക്സ്പെൻസസ് എന്നാണ് ഇതിനെ പറയാം. ചിലര് കൺസ്യൂമബിൾസ് എന്ന് പറയാറുണ്ട്, ഡിസ്പോസബിൾസ് എന്ന് പറയാറുണ്ട്. സംഭവം ഒന്ന് തന്നെയാണ്. നമ്മുടെ ആ ബില്ലിൽ വരുന്ന കുറച്ച് സാധനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരില്ല. നമ്മുടെ കമ്പനി എന്നല്ല, പൊതുവെ ഒരു കമ്പനി കൊടുക്കാറില്ല. അപ്പൊ ഈ പറഞ്ഞ ഐറ്റംസ് ആ ബില്ലിലുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? മാറ്റി മാറ്റി ആ എമൗണ്ട് മാറ്റി മാറ്റി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ കയ്യിൽ നിന്ന് അവസാനം നമ്മൾ കാശ്. പല ആൾക്കാരും വിചാരിക്കും ഈ NMEയിൽ പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? സിറിഞ്ച്, അങ്ങനെ ഗ്ലൗസ്, കോട്ടൺ, മാസ്ക്, PPE കിറ്റ്, മിനറൽ വാട്ടർ നമ്മുടെ റൂമിൽ കൊണ്ട് വെക്കുന്നത്, ഇങ്ങനെ ഏകദേശം ഒരു 10-60 ഐറ്റംസ് ഈ ലിസ്റ്റിൽ പെടും. പലരും നോക്കുമ്പോൾ സൂചി, പഞ്ഞി, അല്ലെ, എന്നാ ബില്ല് വരാനാ, എന്റെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന എൻ്റെ അടുത്ത് പേഴ്സണലി വന്നാൽ ഞാൻ അയച്ചു തരാം. ഒരു കോമ്പറ്റേറ്റർ കമ്പനിയിൽ നിന്നും ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ക്ലെയിമാണ്. 2 ലക്ഷം രൂപ ക്ലെയിം എമൗണ്ട് ഉണ്ട് കേട്ടോ. 2 ലക്ഷം രൂപ ക്ലെയിം എമൗണ്ട് വന്നു. കമ്പനി കൊടുത്തിരിക്കുന്നത് വെറും 50,000 ചില്ലറ രൂപയാണ്. ബാക്കി 1.5 ലക്ഷം രൂപയും വന്നിരിക്കുന്നത് നിങ്ങൾ ഈ നിസാരം എന്ന് പറഞ്ഞ നോൺ മെഡിക്കൽ എക്സ്പെൻസീവ്. അത്ര മാത്രം വരാം. കാരണം നമ്മൾ ആരും ഈ 68 ലിസ്റ്റും വായിച്ചു കൊടുക്കില്ല. നമ്മുടെ ധാരണ സൂചിയും പഞ്ഞിയും ഗ്ലൗസും മാത്രം ഉള്ളതാണ്. അതിനകത്ത് കുറെ വേണ്ടപ്പെട്ട സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്ലാനിൽ ശരിയാണ്. NME എല്ലാ കമ്പനികളെ പോലെ തന്നെ ഇവിടെ നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ ഇവിടെ നിലനിർത്തുന്നുണ്ട്. കസ്റ്റമർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? NME എന്ന് പറയുന്ന സാധനം കൂടി ഈ പ്ലാനിലേക്ക് ഇട്ട് കൊടുക്കാം. NME എന്ന് പറയുന്ന സാധനം കൂടി ഓപ്ഷണൽ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷണൽ ആക്കിയെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ, ചെറിയൊരു പ്രീമിയം എക്സ്ട്രാ അടയ്ക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും NME നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. കാരണം എല്ലാ ബില്ലുകളിലും ഈ പറഞ്ഞ സാധനം വരില്ലേ? ഏതെങ്കിലും ബില്ലിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഇല്ലാതിരിക്കുമോ? വരാം. 1000 തൊട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ വരാം ഈ പറഞ്ഞ എക്സ്പെൻസ്. 1000 ആണെങ്കിൽ പോലും നിങ്ങളത് ഓട്ടേന്ന് വിചാരിക്കരുത്. ചെറിയൊരു പ്രീമിയം എക്സ്ട്രാ അടച്ച് ഈ പറഞ്ഞ NME കൂടി നിങ്ങൾ ഈ പ്ലാനിലേക്ക് ആഡ് ചെയ്താൽ ആദ്യത്തെ പോയിന്റ് ഇൻപേഷ്യന്റ് അഥവാ അഡ്മിഷന്റെ സമയത്തുള്ള ഒരു എക്സ്പെൻസും പിന്നെ കസ്റ്റമർക്ക് കയ്യിൽ കൊടുത്തിട്ടില്ല. ഒരുപാട് കേസുകളിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കസ്റ്റമർ ഡിസ്ചാർജ് ആകുമ്പോഴായിരിക്കും നമ്മൾ അറിയാം. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഈ പറയുന്ന 8-10 ദിവസം ആശുപത്രി കിടന്നു, ലക്ഷങ്ങൾ ബില്ല് വന്നു, പക്ഷെ എന്റെ കയ്യിൽ നിന്നാ കൂടി പോയത് 100-200 രൂപ, അല്ലെ, അല്ലെങ്കിൽ ഒന്നും തന്നെ ചെലവായില്ല എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിന് ചെയ്യേണ്ടത് NME കൂടെ പ്ലാനിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. തീർന്നില്ല. അഡ്മിഷൻ എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു എന്താ പറയാ വേണ്ടപ്പെട്ട ആവശ്യമെങ്കിലും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ അഡ്മിഷൻ പേരിന് പല അസുഖങ്ങൾക്കും ഇപ്പൊ അഡ്മിഷൻ ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ സർജറികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, വളർന്നു, വളരെ വളരെ വളർന്നു. ഏറ്റവും റീസെന്റ് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി, ഹാർട്ടിന് ചെയ്യുന്നത് ലേസറിലേക്ക് മാറി, അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ. പക്ഷെ ഇത് ചെയ്യാൻ എന്ത് വേണം? കാശ് വേണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് വേണം. അപ്പൊ ഈ ടെക്നോളജി വളർന്നു വരുമ്പോഴൊരു കുഴപ്പമെന്ന് പറയുന്നത് പണ്ടത്തെ പോലെ 4-5 ദിവസമൊന്നും ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല. രാവിലെ ചെല്ലുക, സർജറി ചെയ്യുക, വളരെ കാഷ്വലായിട്ട് ഉച്ചയ്ക്ക് പോവുക. ഏറ്റവും എനിക്ക് കണ്ടിട്ടുള്ള ഒരു ഇതൊക്കെ, കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരത്തേക്ക് തിമിരം ഉണ്ടല്ലോ, നമ്മള് കാറ്ററാക്റ്റിന് ചെയ്യുന്ന തിമിരം സർജറി ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 2 ദിവസം മുന്നേ, ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, 2 ദിവസം മുന്നേ ആശുപത്രിയിൽ പോയി അന്ന് അഡ്മിറ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ തോന്നുന്നു എന്തൊക്കെയോ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് സർജറി ചെയ്തിട്ട് വീണ്ടും 2 ദിവസം കിടന്നു. ഇങ്ങനെയാണ് പുള്ളിക്കാരത്തിൽ പോയി ചെയ്തത്. ഇത് തന്നെ ഒരു 4 വർഷം മുന്നേ എന്റെ അമ്മ ചെയ്തു തിമിരത്തിന്റെ സർജറി. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോയി സർജറിയും കഴിഞ്ഞു ഉച്ചയ്ക്ക് ഞങ്ങളൊപ്പം വേണ്ടി പോയി. അതാണ് ടെക്നോളജിയുടെ വളർച്ച. പക്ഷേ ഒരു ദിവസം കൊണ്ടാണ് സർജറി ചെയ്തത്, അല്ലെങ്കിൽ 24 മണിക്കൂർ കിടന്നില്ല എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം റിജക്ട് ചെയ്യാൻ പറ്റും? ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് ചെയ്യാൻ പറ്റില്ല. കാരണം 24 മണിക്കൂറിനുള്ളിലുള്ള സർജറികളാണെങ്കിൽ പോലും ടെക്നോളജി വളർന്നതിന്റെ ഭാഗമായിട്ടാണ്
24 മണിക്കൂറിനുള്ളിലേക്ക് അത് മാറിയത്. അതൊരു സർജറി അല്ലാതിരിക്കുന്നില്ല അല്ലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കേണ്ട കണ്ടീഷൻ തന്നെയാണ് അത് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സർജറികളെ നമ്മൾ ഡേ കെയർ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്നാണ് പറയാം. ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂറാ? 24 hours അല്ലെ. അപ്പൊ ആ 24 hours സർജറികളെയാണ് നമ്മൾ ഡേ കെയർ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പല കമ്പനികളിലും ഈ ഡേ കെയറിന് ഒരു ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. 346, 547 ഇങ്ങനെ ലിസ്റ്റുകളുണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ നാളെ നിങ്ങളോട് ചോദിക്കുകയാണ്, മാഡം ഈ ഒരു സർജറി ഡേ കെയറിൽ ഉണ്ടോ എന്ന് പറയുന്ന സാർ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ, ഞാൻ എന്റെ ലിസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ ആരും മെനക്കെടണ്ട. കാരണം നമ്മുടെ സർവേയില് മൊത്തത്തില് എല്ലാ ഡേ കെയർസും നമ്മൾ കവർ ചെയ്യുന്നു. അപ്പൊ ആരും ഡോക്യുമെന്റ് റെഫർ ചെയ്യാനോ രാജേഷിനെ വിളിച്ച് ബുദ്ധിമുട്ടാനോ നിൽക്കണ്ട. സാറേ ഡേ കെയർ ആണോ, ഡോക്ടർ ഡേ കെയർ എന്നാണോ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. ലിസ്റ്റ് അല്ല, ലിസ്റ്റ് ഇല്ല. നമുക്ക് റിപ്പോർട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ നോക്കുന്നത് ഇതൊരു ഡേ കെയർ എന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ഡേ കെയർ എന്ന് ഡോക്ടർ എഴുതിയിട്ടുണ്ടോ? താരം ധൈര്യമായിട്ടും കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ, കീമോതെറാപ്പി അല്ലെ, ക്യാൻസറിന് നമ്മളിപ്പോ ചെയ്യുന്ന എന്താ? കീമോ. കിഡ്നി പ്രോബ്ലത്തിനോ ഡയാലിസിസ്, ബോത്ത് കംസ് അണ്ടർ ഡേ കെയർ. ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ വരുന്നതാണ്. വളരെ കാഷ്വൽ ആയിട്ട് കസ്റ്റമേഴ്സിന് ക്ലെയിമബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും, അഡ്മിഷൻ ആയിക്കോട്ടെ ഡേ കെയർ ആയിക്കോട്ടെ, ഇത് രണ്ടും എടുക്കുന്ന ഒരു കസ്റ്റമർക്കുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയുമോ? പ്രീയും പോസ്റ്റും എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാം. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ തൃശ്ശൂരിലത്തെ ഒരു മാനേജർ അവൈലബിൾ ആണ്. തൃശ്ശൂരിൽ നമുക്ക് വന്നൊരു ക്ലെയിമാണ് കുറച്ചു കാലം മുന്നേ. അവിടുത്തെ ഒരു കസ്റ്റമർ ആക്ച്വലി അവർക്ക് ക്യാൻസറിന്റെ ഒരു സിംറ്റം ഉണ്ടായ സമയത്ത് ആൾ എബ്രോഡ് ആയിരുന്നു, എൻ്റെ നാട്ടിൽ വന്ന് കൺസൾട്ടേഷൻ എടുത്തു. അപ്പോൾ അറിയാലോ, നമുക്ക് ക്യാൻസറിന്റെ സിംറ്റംസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ അപ്പം തന്നെ തുടങ്ങും. അപ്പോൾ ഡോക്ടർ പോയി കണ്ടപ്പോൾ ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ എഴുതി കൊടുത്തു. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ടെസ്റ്റിന് ഇല്ല. ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാശ് മുടക്കിയാൽ ടെസ്റ്റ് എല്ലാം ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ നമ്മുടെ മാനേജറെ വിളിച്ചു, ഞാൻ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല ക്യാഷ് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു, പേടിക്കേണ്ട സാർ, അഡ്മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് ഒക്കെ നമുക്ക് പ്രീ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വീട്ടിൽ ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടർ നിർഭാഗ്യവശാൽ ഈ വ്യക്തിയോട് പറഞ്ഞത് കീമോതെറാപ്പി, ക്യാൻസർ കൺഫേം ചെയ്തു, കീമോതെറാപ്പി ചെയ്യാനേ പറഞ്ഞു. കീമോതെറാപ്പി ഒരു അഡ്മിഷൻ ആണോ? അല്ല, ഞാൻ പറഞ്ഞു ഡേ കെയർ ആ അല്ലെ, ഒറ്റ ദിവസം മതി. ഇയാൾക്ക് വീണ്ടും ടെൻഷനായി, അയ്യോ അഡ്മിഷൻ വരുന്നില്ല, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് മുടക്കിയ കാശാണ്. ആ സമയത്തൊക്കെ അറിയാലോ, ജോലി സ്വാഭാവികമായിട്ടും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, നല്ല പൈസ ചെലവുള്ളതാണ്. അപ്പോൾ 1000 രൂപ പോലും നമുക്ക് ആ സമയത്ത് നഷ്ടപ്പെടുത്താൻ തോന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് ആദ്യം ഇദ്ദേഹം വീണ്ടും നമ്മുടെ മാനേജറെ വിളിച്ചു. മാനേജർ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അഡ്മിഷൻ തന്നെ വേണമെന്നില്ല, ഡേ കെയർ വന്നാലും മതി. അഡ്മിഷനോ ഡേ കെയറോ സംബന്ധിച്ച് നമുക്കൊരു ക്ലെയിം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന് മുന്നേ വന്ന ചെലവുകളും ഡിസ്ചാർജിന് ശേഷം വരുന്ന ചെലവുകളും ക്ലെയിം ചെയ്യാൻ പറ്റും. അഡ്മിഷന് ഏകദേശം 3 മാസം മുന്നേ, 90 ദിവസം മുന്നേ ഉള്ള ചെലവുകളും ഡിസ്ചാർജിന് ശേഷം വരുന്ന 6 മാസത്തെ 180 ദിവസത്തെ ചെലവുകളും ക്ലെയിം ചെയ്യുന്നതാണ്. ഒരുപാട് കേസുകളിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്, മിക്ക ആശുപത്രിയിലും നമ്മളൊരു അസുഖവുമായിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ അല്ലെ, ഒരുപാട് മെഷീനിൽ നമ്മളെ കയറ്റി ഇറക്കുന്നുണ്ട്, ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ. ഈ ടെസ്റ്റുകള് നാളെ ഇയാൾക്ക് ഒരു അസുഖം സ്ഥിരീകരിച്ചാൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഇടും. അങ്ങനെ എടുക്കാൻ എന്താ ഗുണം? മുന്നേ ചെലവാക്കിയ ടെസ്റ്റുകളുടെ ഉൾപ്പെടെയുള്ള തുക നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാം. 6, 3, 9 മാസം ഒരു അസുഖം വന്ന് നിങ്ങൾ ആശുപത്രി കിടന്നിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തെ ഒരു ഡേ കെയർ ട്രീറ്റ്മെന്റ് എങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. എന്തുണ്ടായാൽ മതി? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. തീർന്നില്ല. അസുഖം വന്നാൽ ആശുപത്രിയിൽ ഒരു ഇമ്മീഡിയറ്റ്ലി പോകണമെങ്കിൽ ഞാൻ വിളിക്കുന്നത് ആരെയാ? ആംബുലൻസിനെ അല്ലെ. ഈ ആംബുലൻസിൽ നിങ്ങൾക്ക് പാലക്കാട് നിന്നാണ് തൊട്ടടുത്ത് വിളിക്കാൻ പോവാ? കമ്പത്തൂര്, തൃശ്ശൂര്, കുറെ ഉണ്ട് അല്ലെ. എന്നാലും കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് തൃശ്ശൂര് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർ വരെ ആംബുലൻസിൽ പോകണമെങ്കിൽ എത്ര വരും? ഏകദേശം 3000 മിനിമം അല്ലെ. ഈ ആംബുലൻസിൽ കുറെ ഭംഗിയുള്ള ലെറ്റേഴ്സ് എഴുതി വെക്കും, ICU, ICCU. ഇതിൽ ഈ ABCD ലെറ്റേഴ്സ് കൂടുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, എന്താ അല്ലെ. അപ്പോഴാണ് 3000 എന്നുള്ളത് 5000 ആകും, 10000 ആകും. ഇനി തൃശ്ശൂരല്ല, കുറച്ചും കൂടെ ബെറ്റർ വേണം, കൊച്ചിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 5000 നിൽക്കില്ല.
അപ്പൊ അവിടെയാണ് പല ഇൻഷുറൻസ് കമ്പനികളും കൊടുക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ആംബുലൻസ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഒരു ധാരണ ആശുപത്രി ചെന്നാലുള്ള കവറേജ് ഒക്കെ ഉള്ളൂ. ഈ ആംബുലൻസ് എല്ലാ കമ്പനികളും തരും. ചെറിയൊരു കുഴപ്പമുണ്ട്. അതിന് എത്ര രൂപ തരുന്നത് നമ്മൾ ചോദിക്കാറില്ല, അവരുടെ നമ്മളോട് പറയാറില്ല. 1000 രൂപ അല്ലെ, 1500, അങ്ങേയറ്റം ഞാൻ 3500 വരെ കണ്ടിട്ടുണ്ട്. ഈ 3500 രൂപ എന്റെ കമ്പനി തരുന്ന ആംബുലൻസ് വിശ്വസിച്ച് എനിക്ക് ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ കയ്യിൽ നിന്ന് കാശ്. അപ്പൊ അവിടെയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലിമിറ്റേഷൻ എമൗണ്ടിന് പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണം? കേരളത്തിന് പുറത്തു വേണേ കൊണ്ടുപോയിട്ടുള്ളൂ, കുഴപ്പമില്ല. കാരണം ആംബുലൻസിന്റെ എമൗണ്ട് നമ്മുടെ ലിമിറ്റഡ് അല്ല. എത്ര രൂപ വേണമെങ്കിലും അപ് ടു സം ഇൻഷുർഡ്. എത്ര രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന കവറേജ് കേട്ടോ, 5 ആണെങ്കിൽ 5 ലക്ഷം, അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10 ലക്ഷം, അപ് ടു സം ഇൻഷുർഡ് വരെയുള്ള തുക നിങ്ങൾക്ക് ഇവിടെ റോഡ് ആംബുലൻസിനായിട്ട് ഉപയോഗിക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, ആശുപത്രി കൊണ്ടുപോകാനാണ് ആംബുലൻസ് കേട്ടോ. അസുഖം മാറി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടി വീട്ടിൽ പോകാൻ ആംബുലൻസ് എടുക്കരുത്. ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ആംബുലൻസിന് എടുക്കാം. അപ്പൊ അവിടെ ഞാൻ നിസാരമായിട്ട് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്, കേരളത്തിന് പുറത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എത്ര പേര് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിന് കേരളത്തിന് പുറത്തേക്ക് പോകാറുണ്ട്? നമുക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമ്മുടെ കേരളത്തിലാണെന്ന്? ഒരിക്കലും അല്ല അല്ലെ. കേരളത്തിന് പുറത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ബാംഗ്ലൂരും അല്ലെ, ചെന്നൈയിലും മുംബൈയിലും ഡൽഹിയിലും ഒക്കെ നല്ല നല്ല ചികിത്സ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആരും അവിടേക്കൊന്നും കൊണ്ടുപോകാൻ? എക്സ്പെൻസീവ് ആണ്. ആദ്യത്തെ എക്സ്പെൻസീവ് പറഞ്ഞ കൊണ്ടുപോകുക. ഇതും കഴിഞ്ഞ് അവിടെ ചെന്നാലോ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ പിന്നെ നോക്കാം അല്ലെ. പക്ഷെ അപ്പോഴും ഉണ്ട് ചില കമ്പനികളിൽ കോ പേയ്മെന്റ്. എന്താ ഈ കോ പേയ്മെന്റ് എന്ന് വെച്ചാൽ? അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ തന്നെ എക്സ്പെൻസിന്റെ ചെലവുകളുടെ അടിസ്ഥാനത്തിൽ പലതായിട്ട് എല്ലാ കമ്പനികളും തിരിക്കും. പല കമ്പനികളും അത് ABCD എന്ന് പറഞ്ഞ് തിരിക്കും, ചിലരത് 1, 2, 3 എന്ന് പറഞ്ഞ് തിരിക്കും. നമ്മളിവിടെ 1, 2, 3 ഇങ്ങനെ 4 സോണുകളായിട്ടാണ് തിരിക്കുന്നത്. കാരണം ചില പറയില്ലേ, മറ്റേ ചില സിറ്റികളിൽ ചെന്ന് പട്ടിണി കിടക്കാൻ 10,000 വേണമെന്ന് പറയും. സെയിം സാധനം ചെലവ് അത്രയും കൂടുതലാണ്. അപ്പൊ ഈ സാധനങ്ങള് ചെലവ് കൂടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് കുറഞ്ഞൊരു പ്രീമിയത്തില് ഒരു പ്ലാനും മേടിച്ചിട്ട് ഇതുകൊണ്ട് ചെലവ് കൂടി ഒരു സ്ഥലത്ത് ചെന്ന് ഉപയോഗിച്ചാൽ ഒരു ക്ലെയിം വരുമ്പോൾ പൊതുവെ ആ കമ്പനി എന്ത് ചെയ്യും? ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം തരാറില്ല. ഇതിനെയാണ് നമ്മളിപ്പോ എന്തെന്ന് പറയാ, സോണൽ കോ പേയ്മെന്റ് എന്നാണ് പറയാ. അതായത് ചെലവ് കുറഞ്ഞ സോണിൽ നിന്ന് അയാൾ പ്ലാൻ മേടിച്ചു, കൂടിയ സ്ഥലത്ത് വന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പുറത്തുള്ള എല്ലാവരും നമ്മുടെ ഇവിടെ വന്ന് പ്ലാൻ മേടിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെറിയ സ്ഥലത്ത് നിന്ന്, ചെറിയ സോണുള്ള സ്ഥലത്ത് നിന്ന് പ്രീമിയം അടച്ച് ഒരു പ്ലാൻ എടുത്തിട്ട് പുറത്ത് ചെന്നാൽ ഫുൾ എമൗണ്ട് കിട്ടില്ല. ക്ലെയിം വരുമ്പോ 10% അല്ലെങ്കിൽ 20%, 30% ഒക്കെ അവർ നമ്മളോട് അടയ്ക്കാൻ പറയും. അപ്പൊ ഈ ഒരു പേടി നമുക്ക് കൊണ്ട് പുറത്തേക്ക് പോവാൻ സർവേയിൽ ആ പേടി വേണോ? വേണ്ട. ധൈര്യമായിട്ട് പറയാം, സർവേയിൽ ആ പേടി വേണ്ട. കാരണം സർവേയിൽ നമുക്ക് എന്തില്ല? സോണൽ കോ പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവമില്ല. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് പിച്ച് ചെയ്യാം. കസ്റ്റമറോട് പറയുമ്പോ, സർ ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും പോയി ചികിത്സ എടുത്തോ 1 രൂപ കട്ടിങ് വരില്ല പറഞ്ഞൂടെ. രണ്ടാമത്തത്, നിങ്ങളായിട്ട് അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ വളരെ അന്തസ്സോടുകൂടി അച്ഛനമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മോൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അല്ലെ, മോള് പഠിക്കാൻ പോയിരിക്കുന്നത് ചെന്നൈയിലാണ്. സർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടെയാണോ പഠിക്കുന്നത്? ഒരു കുഴപ്പമില്ല. എല്ലാ ആൾക്കാരുടെ കയ്യിലും നമ്മുടെ കേരളത്തിനുള്ളിലുള്ള പ്രൂഫ് കാണും, മിക്കവർക്കും കാണാറുണ്ട് അല്ലെ. ഇവിടത്തെ പ്രൂഫ് ഉണ്ടോ? ഇവിടത്തെ പ്രീമിയം അടച്ചാൽ മതി, ഇവിടുന്ന് ഇൻഷുറൻസ് എടുത്തോ. കാരണം ഇതേ പ്ലാൻ അവിടെ കൊടുക്കുന്ന ഇതിലും കൂടിയ പ്രീമിയത്തിലായിരിക്കും. മുംബൈയിലും ചെന്നൈയിലും ഒക്കെ സെയിം പ്ലാൻ, പക്ഷെ നമ്മളെക്കാളും പ്രീമിയം കൂടുതലായിരിക്കും. അപ്പൊ ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രൂഫ് വെച്ച് പ്രീമിയം എടുത്തോ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല, നമ്മുടെ പ്രൂഫ് എവിടത്തെയാണെന്ന് നോക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രൂഫ് വെച്ച് പ്ലാൻ എടുത്തോ, അവിടെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അവിടെ ആവശ്യം വന്നാലും ഉപയോഗിച്ചോ. 1 രൂപ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. സോണൽ കോ പേയ്മെന്റ് ഈ പ്ലാനില്ല. അപ്പൊ ആംബുലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയൊരു കാര്യമാണ്, ഇന്ത്യക്കുള്ളിൽ എവിടേക്കും നിങ്ങൾക്ക് ഈ ആംബുലൻസിന്റെ സേവനം ഉപയോഗിച്ച് ചികിത്സയ്ക്ക് പോകാം. പിന്നെ നമുക്ക് ഏറ്റവും എന്താ പറയാ, ഒരു നോർമൽ ഇൻഷുറൻസ് പ്ലാനിലുള്ള നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പല ഇൻഷുറൻസിലുള്ളതാണ്. ലൈക്ക് ആയുഷ് കവറേജ് എന്ന് പറയും അല്ലെ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി തുടങ്ങിയ എല്ലാ ചികിത്സാ രീതികളും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. പക്ഷെ എന്നെയും ശ്രദ്ധിക്കണം, ഈ മാസം ഏതാ? മലയാള മാസം കർക്കിടകം അല്ലെ. കർക്കിടകം ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, സുഖചികിത്സ കിട്ടുമോ? ഇല്ല.
അല്ലെ? കാരണം അസുഖം അല്ലെങ്കിൽ അപകടത്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത്. ഒരിക്കലും നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് സുഖ ചികിത്സയ്ക്കൊന്നും എടുക്കരുതെന്നേ ഉള്ളൂ. ആയുർവേദം പോലെയുള്ള ചികിത്സാ രീതികളൊക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ലഭ്യമാണ്. പിന്നെ വരുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് അവയവ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അല്ലെ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ അവിടെ നമ്മൾ ഒരു കാശ് മുടക്കി പ്ലാൻ എടുത്താൽ നമുക്ക് കവറേജ് തരുന്നത് മനസ്സിലാക്കാം. നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരാള് ആർക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ആ വ്യക്തിയുടെ കവറേജ് കൂടി നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തുകയാണ്. വിച്ച് മീൻസ് നമുക്ക് അവയവം തരുന്ന ഡോണർ. അപ്പൊ ആ ഡോണറിന്റെ കവറേജ് കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ ഈ പറഞ്ഞ നോർമൽ പ്ലാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈറ്റ് പ്രൈസ് ആണെങ്കിൽ പോലും അല്ലെ, ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്ത് വന്നില്ലേ? വന്നോ? ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഈ ഒരു ഉത്തം എന്ന് പറയുന്ന ബേസിക് പ്ലാനിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതെല്ലാം പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നിങ്ങൾ എത്ര പേര് ഇവിടെ കോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട്? മണിപ്പാൽ സിഗ്നയുടെ സർവേയുടെ കോട്ട്, ഐ മീൻ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? ശരി. അപ്പൊ എനിക്കൊരു കോട്ട് എടുത്തു തരണം. ഒരു 30 വയസ്സ് ഒരാളുടെ കോട്ട് എടുത്താൽ മതി. 30 വയസ്സുള്ള മെയിലിന് സർവ ഉത്തം പ്ലാനിൽ, അറിയാവുന്ന എല്ലാവരും എടുത്തോട്ടോ. 30 വയസ്സുള്ള ഒരു മെയിലിന് സർവയുടെ ഉത്തം പ്ലാൻ ഏകദേശം എത്ര രൂപ പ്രീമിയം വരും? ഞാൻ ഉൾപ്പെടുത്താം. നമ്മളൊരു കുടുംബത്തിൽ കയറി ചെന്ന് പ്ലാനിനെ പറ്റി സംസാരിക്കുമ്പോ എല്ലാ കഥകളും കേൾക്കട്ടെ, കേൾക്കുമ്പോ ഇങ്ങനെ വെച്ചാൽ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കും. ലാസ്റ്റ് പ്രീമിയം പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാന്നുള്ളതായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ആദ്യം പ്രീമിയം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ആ പ്രീമിയം കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടും. അപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ട് എടുക്കാനായിട്ട് വളരെ ഈസി ഈ പ്ലാനിൽ പറ്റും. ആകെ കൊടുക്കേണ്ടത് നിങ്ങൾ ആർക്കൊക്കെയാണെന്നുള്ള ചോദ്യത്തിൽ അവിടെ ഓരോ വ്യക്തിയുടെയും ഏജ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, റിലേഷൻഷിപ്സ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 10 ലക്ഷം കേട്ടില്ല. അതാണ് ഹൈലൈറ്റ്. ഞാൻ ചോദിച്ച പോയിന്റ് അതാ. പ്രീമിയം എല്ലാവരും കണ്ടു 5700 ഉള്ളൂ. പക്ഷെ എത്ര രൂപയ്ക്കാ? 10 ലക്ഷത്തിനാ. ഇതേ പ്രീമിയം 5700 രൂപയ്ക്ക് നിങ്ങൾ പുറത്തൊരു മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ കവറേജ് കിട്ടും? പോയാ ഒന്നും കിട്ടില്ലെന്ന് വേണം. 5 ലക്ഷം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് നിങ്ങൾ കൊടുക്കണ 7000 രൂപ അല്ലെ? 5 ലക്ഷത്തിന്റെ കവറേജിന് ആവറേജ് നമ്മൾ ഒരു 7000 രൂപ എടുത്ത് കൊടുക്കണം. അപ്പൊ അവിടെയാണ് 10 ലക്ഷത്തിന്റെ പ്ലാനിന് ഈ ഒരു പ്രീമിയം. നമ്മളിപ്പോ കോട്ട് എടുത്തപ്പോ ഒരാളുടെ വെച്ചിട്ടായിരുന്നു എടുത്തത് അല്ലെ? ഒന്നിൽ കൂടുതൽ പേര് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 2 രീതിയിൽ പ്ലാൻ എടുക്കാൻ പറ്റും. ഒന്നാമത്തത് നമ്മുടെ ഫാമിലി കവറേജ് എന്നുള്ള രീതിയിൽ. ഒരു ഫാമിലിയിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് 5 പേര്, അതായത് അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള രീതിയിൽ 2 അഡൾട്ടും 3 കിഡും ഉൾപ്പെടെ 5 പേർക്ക് നിങ്ങൾക്ക് ഒരു ഫാമിലി പ്ലാൻ കൊടുക്കാം. അപ്പൊ അവിടെ നിങ്ങൾ ആ കോട്ട് എടുത്ത സമയത്ത് ആഡ് ബട്ടൺ ഉണ്ട്. ഏജും ജെൻഡറൊക്കെ കൊടുത്താൽ പേജില്ലേ, അവിടെ ആഡ് ബട്ടൺ കൊടുത്താൽ വീണ്ടും ആൾക്കാരുടെ ഏജും ജെൻഡറും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫാമിലി കൂടാതെ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ പറയുന്നുണ്ട്, മൾട്ടി ഇൻഡിവിജ്വൽ. അതായത് ഒറ്റ പ്ലാനിൽ തന്നെ 8 പേര് വരെ നമുക്ക് ഉൾപ്പെടുത്താം. അതിൽ അച്ഛൻ, അമ്മ, മക്കള് മാത്രമല്ല. ഞാനാണ് പ്ലാൻ എടുക്കണമെങ്കിൽ എനിക്ക് എന്റെ പാരന്റ്സിനെ ആഡ് ചെയ്യാം, എന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ്, അതായത് എന്റെ ഇൻലോസിനെ എനിക്ക് ആഡ് ചെയ്യാം. തീർന്നില്ല, എനിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, അതായത് എന്റെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരെ എനിക്ക് ആഡ് ചെയ്യാം, അവരുടെ കുട്ടികളെ ആഡ് ചെയ്യാം. എന്റെ അങ്കിൾ, ആന്റി, നെഫ്യൂ, നീസ്, ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഒക്കെ എനിക്കൊരു മൾട്ടി ഇൻഡിവിജ്വൽ പ്ലാൻ ആണെങ്കിൽ 8 പേര് വരെ ഒറ്റ പ്ലാനിൽ ഈ പറഞ്ഞ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഉത്തം എന്ന് പറയുന്നത് ഒരു ബേസിക് പ്ലാൻ ആണ്, ലൈക്ക് എ പ്ലെയിൻ റൈസ്. അപ്പൊ നമ്മുടെ പ്ലെയിൻ റൈസ് കൂടുതലും ബ്യൂട്ടിഫുൾ ആവുന്ന എപ്പോഴാണ്? കുറച്ച് ഡിഷസ് ഒക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ? നമുക്ക് കുറച്ച് ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള 14 ഓപ്ഷണൽ കവറേജസ്, 14 ഓപ്ഷണൽ റൈഡേഴ്സ് നമുക്ക് ഈ പ്ലാനിലുണ്ട്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് 14 കേൾക്കാനും അല്ലെങ്കിൽ ഇത് കേട്ടാലും ഇതെല്ലാം ഓർത്തിരിക്കാനും നമുക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം കാണുന്ന ഒരു 5-6 ഫീച്ചേഴ്സ് ആണ്. കാരണം എല്ലാം ഒന്നും നിങ്ങൾ ഓർത്തിരിക്കില്ല. അപ്പൊ ഒരു കസ്റ്റമറെ കണ്ടാൽ അത്യാവശ്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇൻഡസ്ട്രിയിൽ തന്നെ യുണീക്ക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു 4-5 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വളരെ ഇൻട്രസ്റ്റ് അനന്ത് എന്ന് പറയുന്ന റൈഡർ ആണ് ഞാൻ വളരെ എന്താ പറയാ ഏറ്റവും കൂടുതൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യം. സോ അനന്ത് എന്നുള്ള വാക്ക്, ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ഓരോ റൈഡറിനും പേര് കൊടുത്തിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. പക്ഷെ പല വാക്കുകളും, സർവ എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാല് സംസ്കൃതമാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് മലയാളമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ?
അനന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ മലയാളത്തില്? അനന്തം അല്ലെ, ലിമിറ്റ് ഇല്ല, പരിധി ഇല്ലാത്തത് എന്നാണ് അനന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം. സോ പരിധി ഇല്ലാത്തൊരു തുക ഹെൽത്തില് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ഒരു ഭീമമായ തുക നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? ക്രിട്ടിക്കൽ ഇൽനെസ്സസ് വരുമ്പോ അല്ലെ. നമ്മള് ഒരു പരിധി വരെ ഇന്ന് എല്ലാവരും എടുക്കുന്ന കവറേജ് സം ഇൻഷ്യൂർഡ് എത്രയാ? 5 ലക്ഷം. ജനുവലി പറഞ്ഞാൽ 5, അത് തന്നെ ഉന്തിത്തള്ളി വേണം എടുപ്പിക്കാൻ അല്ലെ. 5 എടുക്കാൻ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ. പിന്നെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ 10 ലക്ഷത്തിന്റെ പ്രീമിയം കാണിച്ചത് കൊണ്ട് എടുക്കാം അല്ലെ. കാരണം 10-നാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും. ആദ്യം പ്രീമിയം പറയണം, എന്നിട്ടേ പറയാവുള്ളൂ 10 ലക്ഷത്തിന്റെ കവറേജ് ആണ്. അപ്പോഴും ഉണ്ട് കേട്ടോ ചില ആൾക്കാർ 10 ലക്ഷത്തിന് 6000 ഉള്ളൂ, ഇന്ന് 5 ലക്ഷത്തിന്റെ പ്രീമിയം എന്ന് അറിയട്ടെ. അവരുടെ വിചാരം 3000 ആയിട്ട് കുറയുന്ന. കുറയോ? ഇല്ല. 5 ആയാലും ഒരു 1000 രൂപയുടെ വ്യത്യാസമേ വരുള്ളൂ. അപ്പൊ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇരട്ടി കവറേജ് വേസ്റ്റ് ആക്കണ്ട എന്ന് ബുദ്ധിയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ തീരുമാനിക്കും. 10 നമുക്ക് എത്തിക്കാം. അപ്പൊ ഈ 10 ലക്ഷം മിനിമം എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓഫർ കൂടിയാണ് അനന്തം. സോ ഒരുമാതിരിപ്പെട്ട വരുന്ന അസുഖങ്ങളൊക്കെ ക്ലെയിമുകളൊക്കെ നമുക്ക് 10 ലക്ഷത്തിൽ ഒതുക്കാം. പക്ഷെ 10-ന് മുകളിലേക്ക് വലിയ വലിയ തുകകളിലേക്ക് നമുക്ക് ക്ലെയിം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസസിന്റെ ക്ലെയിമിനാണ്. നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് ഏതൊക്കെയാണ്? ക്യാൻസർ. ആർക്ക് സംശയമില്ല, എല്ലാവരും ആദ്യം പറയാനുള്ളത് ക്യാൻസറാണ്. യെസ്, ഹാർട്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വരുന്ന ഒന്നാണ് ഹാർട്ട് പ്രോബ്ലംസ്. പിന്നെ കിഡ്നി, ലിവർ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. യെസ്, പിന്നെ സ്ട്രോക്ക് അല്ലെ. നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്നതും ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും എക്സ്പെൻസീവുമായിട്ടുള്ള 4 മേജർ ഇൽനെസ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം ഇറ്റ് ഇസ് ക്യാൻസർ, ഹാർട്ട്, സ്ട്രോക്ക്, ഓർഗൻ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, ചുമ്മാ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് മൈൻഡിലേക്ക് അവനവന്റെ വീട്ടിലെ ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പല യാത്രകളിലും അല്ലെങ്കിൽ പല എന്താ പറയാ മീറ്റിങ്ങുകളിലും പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം വേണം. സംശയം ഉണ്ടാർക്കെങ്കിലും? 10 ലക്ഷം കവറേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ഒരു എമർജൻസി നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ അല്ലെ, ബാക്കിയുള്ള 40 ലക്ഷത്തിന് നമ്മൾ കടം വാങ്ങിക്കേണ്ടി വരും അല്ലെ. കടം വാങ്ങിക്കുക പല സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പൊ ആശുപത്രിയിലൊക്കെ ഫൈനാൻസ് വരെ ഉണ്ട്. പക്ഷെ എല്ലാം കഴിയുമ്പോൾ വീടും കുടുംബം കൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വർണം കൊണ്ട് വെക്കുക അല്ലെ, വീടിന്റെ അല്ലെങ്കിൽ വണ്ടിയുടെ ഒക്കെ ഡോക്യുമെന്റ്സ് കൊണ്ട് വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള ഓപ്ഷൻസ്. അപ്പൊ ഇത് ലൈഫ് ലോങ് നമ്മൾ വലിയ വലിയ ബാധ്യതയിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പോയി വീഴും. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്ക് ഇൻഷുറൻസ് എടുക്കുന്ന എസ്പെഷ്യലി നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു കസ്റ്റമറും പോയി വീഴാതിരിക്കാനാണ് അനന്ത് പോലെയുള്ള ഒരു ഫീച്ചർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഒരു കസ്റ്റമർക്ക് കൊടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ 4 അസുഖം സംബന്ധിച്ച ഒരു ക്ലെയിം അവർക്ക് വരികയാണെങ്കിൽ സാധാരണ ഒരു ക്ലെയിം വന്നാൽ എത്ര രൂപയാണ് കിട്ടുക? അപ് ടു സം ഇൻഷ്യൂർഡ് അല്ലെ. 10 ലക്ഷം എടുത്ത ഒരാളാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് സാധാരണ കിട്ടുക. പക്ഷെ അനന്ത് റൈഡർ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ 4 അസുഖത്തിൽ ഏതെങ്കിലും ഒരു ക്ലെയിം വന്നാൽ ആ അസുഖത്തിന് വരുന്ന ക്ലെയിം എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം, 10 ലക്ഷം ഉള്ള ഒരു കസ്റ്റമർ ഇപ്പൊ പറഞ്ഞ പോലെ അയാൾക്ക് ലിവർ മാറ്റി വയ്ക്കാൻ 1 കോടി രൂപ സർജറിക്ക് ക്ലെയിം വന്നു. അയാൾക്ക് കിട്ടുന്ന ക്ലെയിം എമൗണ്ട് എത്രയായിരിക്കും? അനന്ത് ഉണ്ടെങ്കിൽ 1 കോടി. അതാണ് എനിക്ക് വേണ്ടത്. കാരണം അനന്ത് കൊടുക്കണം നിങ്ങൾ. ഇതുണ്ടെങ്കിൽ സേഫ് ആണ്. ഇത് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു ഇത്രയും വലിയൊരു സാധനം കൊടുക്കുമ്പോൾ എത്ര രൂപ പ്രീമിയം മാറുമായിരിക്കും അല്ലെ. ആ കോട്ട് എടുത്ത ആൾക്കാര് NME ആഡ് ചെയ്തതിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അനന്ത് എന്ന് പേരുള്ള ഒരു സാധനം കാണാം. അതിന്റെ താഴെയുള്ള ആഡ് ബട്ടൺ ഒന്ന് ഞെക്കി നോക്കിക്കേ. 6708 രൂപയായി. കൃത്യമായിട്ട് പറഞ്ഞാൽ 516 രൂപ മാത്രമേ ഈ സാധനം ആഡ് നമുക്ക് കസ്റ്റമറെ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ മേഖലയിൽ അഡ്വൈസേഴ്സ് ആയിട്ട് തിളങ്ങുന്നത് അല്ലെ. അപ്പൊ ഞാൻ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എന്ത് പ്രീമിയം താങ്ങും അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെ നോക്കുക, അത്യാവശ്യം വീടിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കും അല്ലെ. മുറ്റത്ത് കിടക്കുന്ന വണ്ടി ഏതാ, ജോലിയുണ്ടോ, ജോലി എന്താ, സർക്കാർ ഉദ്യോഗസ്ഥനാണോ, പ്രൈവറ്റ് ആണോ, ബിസിനസ് ആണോ, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, ഇതെല്ലാം പറയുമ്പോൾ നമുക്കൊരു തീരുമാനമുണ്ട് ഇയാൾക്ക് എത്ര രൂപ വരെ പോളിസി ഞാൻ കൊടുക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രീമിയം.
അപ്പൊ ഇയാൾക്ക് പ്രീമിയം അടച്ചാൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അനന്ത് കൊടുത്തോ. റൈഡർ ആണെന്ന് പറഞ്ഞോന്ന് നിർബന്ധമുണ്ടോ? കസ്റ്റമർക്ക് വേണ്ട, അവർക്ക് എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ മതി. സാറേ 4 ക്രിട്ടിക്കൽ ഇല്ലത്തിന് സാറ് എത്ര രൂപ വേണമെങ്കിലും ക്ലെയിം ചെയ്യാം കേട്ടോ, ഇത്ര ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് റൈഡർ ആണ് സാറേ 500 രൂപ എക്സ്ട്രാ വരും സാറേ, ഇത്രയൊക്കെ കഥ പറയണോ? ഈ നമ്മള് ചില വണ്ടിയുടെ ഒക്കെ പരസ്യം നിങ്ങൾ കാണാറില്ലേ? വണ്ടിയുടെ പരസ്യം കാണുമ്പോ പരസ്യത്തിൽ കാണിക്കുന്നത് എപ്പോഴും എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയായിരിക്കും അവര് കാണിക്കുക. പക്ഷെ ഷോറൂമിൽ ചെല്ലുമ്പോ അറിയാം, എന്നിട്ട് പരസ്യത്തിൽ പറയുന്ന എമൗണ്ട് എത്രയാ? ബേസ് മോഡലിന്റെ ആയിരിക്കും. ഇവിടെ അത്രയും കളത്തിലൊന്നുമില്ല. നിങ്ങൾ പ്രീമിയം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിട്ടിട്ടുള്ള പ്രീമിയം പറഞ്ഞു, എമൗണ്ട് ഫുൾ ആയിട്ട് പറഞ്ഞു, പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഇതിലുണ്ടെന്ന് പറയാം. ഇനി അടയ്ക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണോ എന്നെ മാസം ആഡ് ചെയ്തിട്ട് കൊടുത്തു, ഒരു കുഴപ്പമില്ല. അവിടെയാണ് ഫ്ലെക്സിബിലിറ്റി. എന്ത് കൊടുക്കണം, എത്ര രൂപ പ്രീമിയം വരാം എന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അകത്ത് കൊടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, 10 ലക്ഷം മിനിമം കവറേജ് ഉണ്ടെങ്കിലേ കൊടുക്കാവുള്ളൂ. 10 ലക്ഷത്തിൽ താഴെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ കോട്ട് എടുത്ത ഈ സാധനം നിങ്ങൾക്ക് കാണിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ആദ്യ വർഷത്തിൽ തന്നെ കൊടുക്കണം. കാരണം ഇപ്പൊ എടുത്തു, ഞാൻ അടുത്ത വർഷം 2 വർഷം ഉപയോഗിച്ചിട്ട് നോക്കാൻ വേണോ വേണ്ടയോ എന്ന് കിട്ടില്ലേ. ആദ്യ വർഷത്തിൽ തന്നെ അതിന്റെ റൈഡർ ആഡ് ചെയ്യണം. വൺസ് ആഡ് ചെയ്താൽ അത് റിമൂവ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇത് ഇത്തരം ഫീച്ചേഴ്സ് ചില കോമ്പറ്റീറ്റീവ്സിൽ ഉണ്ട്. പക്ഷെ അത് ഒരു വർഷത്തിൽ ഒരു തവണ ഒന്നും കിട്ടില്ല, ലൈഫിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ എടുത്താൽ പിന്നെ അത് തിരിഞ്ഞു നോക്കണ്ട, കിട്ടത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരു വർഷത്തിൽ ഒരു തവണ എന്ന കണക്കില് നമുക്ക് എല്ലാ വർഷവും ഒരു തവണ അനന്ത ഫീച്ചർ കിട്ടും. ഫാമിലി ഫ്ലോട്ടറിലും കിട്ടും. അതായത് ഫാമിലി ഫ്ലോട്ടർ, അപ്പൊ ഈ വർഷം ഒരാൾക്ക് ക്ലെയിം വന്നു. ഫോർ എക്സാമ്പിൾ, അച്ഛൻ, അമ്മ, 3 മക്കൾ പ്ലാൻ എടുത്തു. അച്ഛന് ഈ വർഷം അറ്റാക്ക് വന്നു, അനന്ത് കൊടുത്തു. ഇനി ഈ വർഷം ആർക്കെങ്കിലും അനന്ത് കിട്ടുമോ? ഇല്ല, അടുത്ത വർഷത്തിലേക്ക് വരണം. അപ്പൊ അടുത്ത ആൾക്ക് കിട്ടും. ഇത് തന്നെ മൾട്ടി ഇൻഡിവിജ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ഇൻഡിവിജ്വൽ എടുത്താൽ ഓരോ വ്യക്തിക്കും ഒരു തവണ ഒരു വർഷം തന്നെ കിട്ടും. അതാണ് അനന്ത് എന്ന് പറയുന്ന ഫീച്ചർ. ഏറ്റവും നല്ല ഫീച്ചറാണ്, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഫീച്ചറാണ് അനന്ത്. ചില സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛനും വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ വ്യക്തിക്ക് എന്നെ വീണ്ടും വന്നാലും 45 ഡേയ്സിനുള്ളിലാണെങ്കിൽ ഓക്കെ, നമ്മൾ ആ സെയിം ക്ലെയിം ആയിട്ട് അത് കൺസിഡർ ചെയ്ത് വിടും. 45 ദിവസത്തിനുള്ളിലാണെങ്കിൽ ആ സെയിം ആൾക്കാണെങ്കിൽ പോലും സെയിം ഇല്ലസ് ആണെങ്കിലും നമുക്ക് അടുത്ത വർഷത്തിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ ഒരു തവണ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരു വർഷത്തിൽ മൾട്ടിപ്പിൾ ടൈംസ് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റൈഡർ എന്ന് പറയുന്നത് സാരഥിയാണ്. ഇത് പക്ഷെ എല്ലാവർക്കും കൊടുക്കാനും ഞാൻ പറയത്തില്ല. നേരത്തെ മാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ എനിക്ക് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു, ആർക്കൊക്കെ കൊടുക്കാമെന്നത്. നിങ്ങൾക്കുള്ള പല ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലെ, ഈ പ്ലാൻ ആർക്കൊക്കെ കൊടുക്കാം. അവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സർവ എന്ന് പറയുന്നത് ഇത്രയും കുറച്ചൊരു പ്രീമിയത്തിൽ നമ്മൾ പ്ലാൻ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതായത് ഹെൽത്തി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അസുഖങ്ങൾ ഇല്ലാത്തവരെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഇന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? ഷുഗർ അല്ലേ, കൊളസ്ട്രോൾ, BP തുടങ്ങിയ അസുഖങ്ങൾ. ഇതൊക്കെ കൺട്രോൾഡ് ലെവലാണ്. ഉദാഹരണം ഞാൻ പറയാണ്, നമ്മൾ ഷുഗർ ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഷുഗറിന്റെ HbA1c ലെവലാണ്. നോർമലി ഒരു 7-7.5 ലെവലിലൊക്കെ ഉള്ളിലുള്ളതാണെങ്കിൽ കൊടുക്കാം. അതേപോലെ കൊളസ്ട്രോളിന് നമ്മൾ നോക്കുന്നത് ട്രൈഗ്ലിസറൈഡ് ആണ്, 250 ഇതിനുള്ളിലാണെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് ഈ പ്ലാനിൽ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഈ പ്ലാൻ എടുത്ത് കഴിയുമ്പോൾ ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒരു അസുഖം ഇല്ലാത്തതാണ് കുഴപ്പമില്ല. പക്ഷെ ഈ ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരാഗ്രഹിക്കുന്നത് എന്താ? പെട്ടെന്ന് കവറേജ് വേണം. പക്ഷെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പെട്ടെന്ന് കവറേജ് കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ. നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ ഇവിടെയും 36 മാസം, അതായത് 3 വർഷമാണ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ, അതായത് പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് 36 മാസമാണ്. ഈ അസുഖങ്ങളുടെ കൂട്ടത്തിൽ DUABC അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, DUABC എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്, ഒബിസിറ്റി, ആസ്മ, BP ആൻഡ് കൊളസ്ട്രോൾ. ഈ 5 അസുഖങ്ങളാണ്. 5 ഓർത്തില്ലെന്ന് ഞാൻ പറയില്ല, നമുക്ക് അറിയുന്ന 3 അസുഖങ്ങളേ ഉള്ളൂ പ്രധാന. ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. കഴിഞ്ഞ ഇതുപോലെ ഒരു മീറ്റിംഗിൽ ഒരു ഏജന്റ് എനിക്ക് പറഞ്ഞതാ PSC. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? P എന്തായിരിക്കും? പ്രഷർ. S എന്താ? ഷുഗർ. C എന്താ? കൊളസ്ട്രോൾ. ഇങ്ങനെ നോക്കിയിരുന്നാലും മതി കേട്ടോ. അപ്പൊ ഈ അസുഖങ്ങൾക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യാം? 36 മാസത്തിൽ നിന്ന് കുറച്ച് വെറും 30 ദിവസം ആക്കാൻ പറ്റും. 3 വർഷം കാത്തിരിക്കേണ്ടവരും 1 മാസം കാത്തിരുന്നാൽ മതി. ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ സംബന്ധിച്ചൊരു ക്ലെയിം വന്നാൽ 1 മാസം കഴിയുമ്പോൾ ക്ലെയിം കിട്ടും. അപ്പൊ ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? സാരഥി ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണോ?
എല്ലാവർക്കും ആഡ് ചെയ്യണോ? വേണ്ട, ആർക്കൊക്കെ കൊടുത്താൽ മതി? ഈ പറഞ്ഞ അസുഖങ്ങളുള്ളവർക്ക് മാത്രം. അപ്പൊ ഇവിടെ പലർക്കും വരുന്നൊരു ചോദ്യം കേട്ടോ. ഉദാഹരണത്തിന് ഞാൻ പറയാം, എനിക്ക് തൈറോയിഡ് ഉണ്ട്. എത്ര പേര് എനിക്ക് ഈ റൈഡ് റെക്കമെൻഡ് ചെയ്യും? ആരും ചെയ്യില്ല. നല്ല കാര്യം. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായി. കാരണം തൈറോയിഡിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറയുന്നുണ്ടോ? അപ്പൊ ഈ നമുക്ക് ചില ആൾക്കാർക്കുള്ളൊരു പണിയാട്ടോ, ഇവന് അത്യാവശ്യം പ്രീമിയം പോയാലും കുഴപ്പമില്ല, കാണുന്ന റൈഡേഴ്സിൽ എല്ലാം പിടിച്ച് കുത്തി കുത്തി വെക്കും, ഇരിക്കട്ടെ കുറച്ച് പ്രീമിയം കൂട്ടിയെടുക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ തെറ്റി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ അസുഖത്തിന്റെ മാത്രം വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനും പറ്റും. ഈ പ്ലാനില്, സർവാ പ്ലാനില് ഞാൻ ചോദിച്ച ചോദ്യം നേരത്തെ പറഞ്ഞ പലർക്കും ഉള്ളിലുള്ള ചോദ്യമായിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാനില് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല. സർവാ എന്ന് പറയുന്ന പ്ലാൻ നിങ്ങൾക്ക് ആർക്ക് വേണേ കൊടുക്കാം. കാരണം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ഒക്കെ മനസ്സിൽ പല കസ്റ്റമേഴ്സിന്റെ മുഖങ്ങൾ ഉണ്ടാവും അല്ലെ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കണം, അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോഴും ഉണ്ട്, 80 വയസ്സുണ്ട്, 85 വയസ്സുണ്ട്, കൊടുക്കാൻ പറ്റുമോ എന്തോ. അപ്പൊ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര ഏജിലുള്ളവർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഡിപ്പെൻഡിങ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് കൺട്രോൾഡ് ആണോ നോക്കിയിട്ട് റെക്കമെൻഡ് ചെയ്യാം. മേഡം, ഈ പറഞ്ഞ രോഗാവസ്ഥകളുള്ള ആളുകൾ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. സാരഥി കൊടുക്കുമ്പോഴേ ഇതിനായിട്ട് റിലേറ്റീവ് എല്ലാ ക്രിട്ടിക്കൽ ഇൽനെസ് അവർക്ക് ഫോം ചെയ്യണമെങ്കിൽ കവറേജ് കിട്ടുമോ? തീർച്ചയായിട്ടും. വെരി ഗുഡ് പോയിന്റ്. കാരണം സാർ ആ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് നേരത്തെ പറഞ്ഞു, ഹാർട്ട് അല്ലെ, BP അല്ലെങ്കിൽ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരാം? ഹാർട്ട് പ്രോബ്ലം വരാം. അപ്പൊ ഈ റൈഡർ ഇല്ലാത്ത ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഹാർട്ട് പ്രോബ്ലം വന്നു, റീസൺ കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോളിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലെയിം കിട്ടണമെങ്കിൽ എത്ര കാലം കഴിയണമായിരുന്നു? 36 മന്ത്സ് കഴിയണം. പക്ഷെ ഇതേ കസ്റ്റമർ ഈ റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആയിക്കോളും ഗുണം എന്താ? 30 ഡേയ്സ് കഴിയുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഇൽനെസ് ആണെങ്കിൽ പോലും ക്ലെയിം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ റൈഡർ റെക്കമെൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ പറയുന്നത്. ക്ലിയർ? പിന്നെ ഉള്ള ഒരു ഓപ്ഷണൽ റൈഡർ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തത്, കാരണം സാറിന് ഞാൻ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കില്ല, പക്ഷെ ഇത് കൂടി നിങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ പറയും. വിച്ച് ഇസ് ഗുലക്ക്. ഗുലക്ക് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും, ചെറിയ കുട്ടികൾക്കോ നിങ്ങൾക്കൊക്കെ കാണും. യെസ്, കൊടുക്കാം അല്ലെ. നമ്മുടെ വീട്ടില് പൈസ സൂക്ഷിച്ചു വെക്കുന്ന, നമ്മുടെ സമ്പാദ്യം പെരുപ്പിക്കുന്ന സാധനമാണ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സേവിങ്സ് ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എഗെയിൻ നിങ്ങൾ കേൾക്കാറുണ്ട്, ഇൻഷുറൻസിലുള്ള ഒരു വേർഡുമാണ് ബോണസ് അല്ലെ. പൊതുവെ നിങ്ങൾ കമ്പനികളിൽ കേൾക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ആ ബോണസിന്റെ കംപ്ലീറ്റ് നെയിം ഒന്ന് പറയാമോ? നോ ക്ലെയിം ബോണസ് എന്നാ പറയാ. എന്ന് വെച്ചാൽ എന്താ? ക്ലെയിം ഇല്ലാത്ത വർഷം അല്ലെങ്കിൽ ആ ക്ലെയിം ഇല്ലാതെ പോകുന്ന കസ്റ്റമറെ സൂചിപ്പിക്കാൻ വേണ്ടി കമ്പനി കൊടുക്കുന്ന അല്ലെ. അവർക്ക് നാളെ ഒരു വിഷമം തോന്നരുത്. പൊതുവെ ആൾക്കാർക്കുള്ളൊരു കാര്യം കേട്ടോ, എല്ലാ വർഷവും ഞാൻ കഷ്ടപ്പെട്ട് കാശ് മുടക്കി ഇൻഷുറൻസ് എടുക്കുന്നു, പക്ഷെ എനിക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒന്നും തരുന്നില്ല. അസുഖം വരുന്നില്ല എന്നുള്ള സന്തോഷമൊന്നുമല്ല, ക്ലെയിം ഒന്നും തരുന്നില്ല, എനിക്ക് മുതലാകുന്നില്ല, കാശ് അടയ്ക്കുന്നത് മുതലാക്കാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം പലർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ വിഷമിച്ച് തുടങ്ങിയപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കമ്പനി തുടങ്ങിയ ഒരു സാധനം തരാം, ബോണസ്. നിങ്ങളുടെ ക്ലെയിം ഇല്ലാത്ത വർഷം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര ശതമാനം വെച്ച് കവറേജ് കൂട്ടി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ പണ്ടത് അങ്ങനെയാണെങ്കിൽ പോലും ഇന്നത്തെ സൊസൈറ്റിയിൽ എഗെയിൻ നമുക്ക് വളരെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബോണസ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മിനിമം ഒരു 10 years ആയിട്ടെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? യെസ്, വെരി ഗുഡ്. സാർ, ഒരു 10 year മുന്നേ റെക്കമെൻഡ് ചെയ്തിരുന്ന സം ഇൻഷുർഡ് എത്രയാണ്? കവറേജ് എത്രയാണ്? 3 lakhs പറഞ്ഞു. 1 to 3 lakhs. 1 to 3 lakhs, correct. ഞാൻ കുറച്ച് നാളെ മുന്നേ ഇതുപോലെ സ്റ്റാറിലെ ഒരു അഡ്വൈസറെ കണ്ടപ്പോൾ സ്റ്റാറിലെ എടുത്ത് പറഞ്ഞതാ, പുള്ളി ആദ്യം കൊടുത്ത സം ഇൻഷുർഡ് എത്രയാണെന്ന് അറിയുമോ? 30,000 രൂപയാണ്. 30,000 രൂപ പ്രീമിയം അല്ല ഞാൻ പറയുന്നത് കേട്ടോ, കവറേജ്. 30,000 രൂപയുടെ ഒരു കവറേജ് ആണ് ഇൻഷുറൻസിൽ ഫണ്ട് കൊടുക്കുന്നത്. ഇന്ന് ആ 30,000 കൊടുത്ത് 3 ലക്ഷം നമ്മൾ കൊടുക്കുന്നില്ല. കൊടുക്കോ? എന്താ കാര്യം? മെഡിക്കൽ ഇൻഫ്ലേഷൻ അല്ലെ. ചെലവ് നമ്മൾ വളരെ ഭംഗിയായിട്ടൊക്കെ പറയും ഇൻഫ്ലേഷൻ എന്നൊക്കെ, പക്ഷെ സംഭവം എന്താ? ചെലവ് കൂടുന്നതാണ് അല്ലെ. വീട്ടിലെ തക്കാളിയുടെയും സവോളയുടെ ഒക്കെ വില കൂടുന്നതിന് നമ്മൾ സമരത്തിന് പോകും. പക്ഷെ മെഡിക്കൽ മേഖലയിൽ നടക്കുന്ന ഈ ഒരു സംഭവത്തിന് നമ്മൾ ആരും ചോദ്യം ചെയ്യില്ല, പേടിയാണ്. നമ്മുടെ വീട്ടിലാള് ആ ആശുപത്രിയിലുണ്ട്, എന്തെങ്കിലും ദേഷ്യമായിട്ട് തീർക്കാൻ പാടില്ല, ചോദ്യം ചെയ്യുന്നത് കുറവാണ്. ഇതൊരു ലൈസൻസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. പിന്നെ എല്ലാ മേഖലയിലും ഉണ്ട് അല്ലെ. നമുക്കും അറിയാം, എല്ലാത്തിന്റെയും വില കയറുന്നുണ്ട്. അൺടിൽ ആൻഡ് അൺലെസ് നമ്മളൊരു ആശുപത്രി ചെല്ലുന്നത് വരെ ഈ പറയുന്ന സാധനത്തെ കുറിച്ച് നമ്മൾ ബോധവല്ല. അപ്പൊ ഈ 3 ലക്ഷം മാറി 5 ആയി. 5 ഇന്നുണ്ടെങ്കിൽ നാളെ അത് മാറി ഉറപ്പായിട്ടും എത്ര വേണം? 10 വേണ്ടി വരും അല്ലെ, 20 വേണ്ടി വരും, 1 കോടി വരെ വേണ്ടി വരും. അതിന് വലിയ താമസമൊന്നുമില്ല.
അങ്ങനെ വരുമ്പോ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കവറേജ് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലെയിം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഒരു അസുഖം വന്നിട്ടുണ്ടോ, ഒരു കമ്പനി നിങ്ങളുടെ കവറേജ് കൂട്ടിയിട്ടില്ല. കാരണം കമ്പനിക്ക് അറിയുന്ന റിസ്ക് ആണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ കവറേജ് ഓട്ടോമാറ്റിക്കലി കൂടുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഗുഡ് ലക്ക് ഈസ് ഫണ്ടമെന്റൽ സെയിം. കാരണം നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 100% വെച്ചിട്ട് നിങ്ങളുടെ കവറേജ് ഓരോ വർഷവും കൂടാൻ ഈ ഒരു റൈഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഗ്യാരണ്ടീഡ് ബോണസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്ലെയിം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിലും കിട്ടും. എല്ലാവരും ഒരുപോലെയാണ്. ക്ലെയിം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരേപോലെയാണ് ബോണസ് കൊടുക്കുന്നത്. വിച്ച് ഈസ് യുവർ സം ഇൻഷുർ. എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു സ്ട്രാറ്റജിക് എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് കാണിക്കാം. 10 ലക്ഷം കവറേജ് ഉള്ള ഒരാളുടെ പ്ലാൻ. ഇയാളുടെ പ്ലാന് ദ വെരി നെക്സ്റ്റ് ഇയർ ഇയാൾക്ക് കിട്ടുന്ന ബോണസ് എത്രയാ? 10 ലക്ഷമാണ്. കാരണം സം ഇൻഷുറുടെ ഓരോ വർഷം ബോണസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വർഷം 10 ആണെങ്കിൽ ഓരോ വർഷം എനിക്ക് എന്ത് കിട്ടും? 10 ലക്ഷം വെച്ച് ബോണസ് കിട്ടും. അപ്പൊ അടുത്ത വർഷം എന്റെ കവറേജ് എത്രയാ? 20 lakhs. അഞ്ചാമത്തെ വർഷം എത്രയായി? അഞ്ചാമത്തെ 50 lakhs അല്ലേ? അപ്പോ 50 ലക്ഷത്തിന് ഞാൻ പ്രീമിയം എത്ര അടയ്ക്കണം? ലക്ഷത്തിന്റെ പ്രീമിയം അടച്ചാൽ മതി. കാരണം മറ്റൊരെന്റെ ബോണസാ. പ്രീമിയം ഞാൻ അപ്പോഴും 10 ലക്ഷത്തിന്റെ അടച്ചാൽ മതി. 10 വർഷം കഴിഞ്ഞാലോ എന്റെ കവറേജ് 1 കോടി 10 ലക്ഷമാണ്. കാരണം ബോണസ് മാത്രം 1 കോടി, കവറേജ് 10 ലക്ഷം വേറെ കിടക്കുന്നുണ്ട്. 1 കോടി 10 ലക്ഷം രൂപയുടെ കവറേജ് പ്രീമിയം ഞാൻ എത്ര അടച്ചാൽ മതി? 10 ലക്ഷം. ഇനി ഇതിനിടയ്ക്ക് എനിക്കൊരു ക്ലെയിം വന്നു എന്ന് വെച്ചോ. ഒരു 50 ലക്ഷം കവറേജ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്ലെയിം വന്നു. ഈ 50 ഞാൻ ഉപയോഗിച്ച് തീർന്നു. 6ാമത്തെ വർഷം എന്ത് സംഭവിക്കും? എന്റെ കവറേജ് 60ആയിട്ട് തന്നെ ഉണ്ടാവും. എടുത്ത ബോണസ് അവിടെ തിരിച്ചിടുകയോ ചെയ്യും, പുതിയ ബോണസ് തരുകയോ ചെയ്യും. അതാണ് നമ്മുടെ കമ്പനിയുടെ ബോണസിന്റെ പ്രത്യേകത. 10 വർഷമാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത്. ഈ ഒരു റൈഡർ ഈ പറഞ്ഞ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞ സാഹചര്യത്തിൽ വളരെ വളരെ എസെൻഷ്യൽ ആണ്. ഡിപ്പെൻസ്, ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളുടെ കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. മെറ്റർനിറ്റി ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് മെറ്റർനിറ്റി വലിയൊരു കൺസേൺ അല്ല. പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇല്ലാന്ന് പറയണ്ട, കൊടുക്കുന്നില്ല എന്ന് പറയില്ല, ഉണ്ട്. ഞാൻ അധികം പിച്ച് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ പറഞ്ഞ അനന്തവും അല്ലെങ്കിൽ ബോണസും ഒക്കെ വളരെ വളരെ കുറച്ച് പ്രീമിയം ഉള്ളൂ. നിങ്ങൾ തന്നെ കണ്ടു അല്ലേ? ബോണസിനൊന്നും അത്ര പ്രീമിയം ഇല്ല കേട്ടോ. പക്ഷെ മെറ്റർനിറ്റി അങ്ങനെയല്ല, കുറച്ച് പ്രീമിയം കൂടും. വൈ? ബിക്കോസ് മെറ്റർനിറ്റി ഒരു അസുഖമാണോ? ഒരിക്കലും അല്ല. മെറ്റർനിറ്റി ഒരിക്കലും ഒരു അസുഖമായിട്ടല്ല കാണുന്നത്. ആൻഡ് എസ്പെഷ്യലി നമ്മളെ സംബന്ധിച്ചിടത്തോളം മെറ്റർനിറ്റി നമ്മളൊരു കീ ഫോക്കസും അല്ല. അപ്പൊ ഇത് ആഡ് ചെയ്താൽ പോലും പ്രീമിയം കൂടുന്നുണ്ടെങ്കിലും വി ആർ ഓഫറിംഗ് 20% ഓഫ് ദി സം ഇൻഷുറൻസ്. 10 ലക്ഷം എടുക്കുന്ന ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വെച്ചിട്ട് 2 ഡെലിവറിക്ക് കിട്ടും. 36 മാസം നമ്മൾ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. പക്ഷെ ഈ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് മാനേജ് ചെയ്യാം. കാരണം കല്യാണം കഴിച്ചിട്ടേ ഈ റൈഡർ എടുക്കാവൂ എന്ന് നമ്മൾ നിർബന്ധം പറയുന്നില്ല. ബിഫോർ മാരേജ് തന്നെ, സ്ത്രീക്കോ പുരുഷനോ ബിഫോർ മാരേജ് തന്നെ ഈ റൈഡർ എടുത്തിട്ട് ഈ 36 മാസം എന്നുള്ള വെയിറ്റിംഗ് പീരീഡ് നേരത്തെ തന്നെ സെർവ് ചെയ്ത് തീർക്കും. പിന്നെ ഡെലിവറിയിൽ മാത്രമല്ല, കുഞ്ഞ് ജനിച്ചിട്ടുള്ള 90 ദിവസം വരെയുള്ള ന്യൂബോൺ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റൈഡർ അല്ലാത്തത് കൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ പോകുന്നത്. നേരത്തെ സാർ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അവിടെ. സാർ ഓൾറെഡി ഒരു ക്ലൂ തന്നിരുന്നു. നമുക്ക് ഒരു അസുഖത്തിനായിക്കോട്ടെ ഡിഫറെന്റ് അസുഖത്തിനായിക്കോട്ടെ മൾട്ടിപ്പിൾ ക്ലെയിംസ് വരാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ് അല്ലെ? ഒരു അസുഖം വന്ന ആശുപത്രി കയറിയാൽ മറ്റേ ഒരു സിനിമയിൽ ആരോ പറയുന്നത് പോലെ ബാക്കിയുള്ളവരൊക്കെ ബന്ധുക്കളെ പോലെയാണ്. ഒരു അസുഖം വന്നാൽ അതിന്റെ തുടർക്കഥയായിട്ട് പല പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കും. ഒറ്റ തവണ ആശുപത്രി കയറി ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ 10 ലക്ഷം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്ത് പറ്റും? അവിടെയാണ് റീസ്റ്റോറേഷൻ പോലെയുള്ള റൈഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഫാമിലി പ്ലാൻ കൂടെയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, 4-5 പേര് കൂടിയാണ് 10 ലക്ഷം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളൊന്ന് കയറി ഇറങ്ങുമ്പോൾ തീരും 6-7 ലക്ഷം രൂപ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അപ്പൊ അവിടെ റീസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കൊരു ക്ലെയിം വന്നു, ബാലൻസ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഉള്ളത് തികയാത്ത സാഹചര്യമാണെങ്കിൽ അടുത്ത ക്ലെയിം വരുമ്പോൾ നമ്മൾ ബാലൻസ് ഇല്ല എന്ന് കണ്ടാൽ സം ഇൻഷുർഡ് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്ന ഫീച്ചറിനെയാണ് റീസ്റ്റോറേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ വെച്ചിലൂടെ ഞാൻ പറയാം. 10 ലക്ഷത്തിന്റെ കവറേജ് സർവീസ് കൊടുത്തു. ആദ്യം തന്നെ ഒരു ക്ലെയിം വന്നു, 6 ലക്ഷം രൂപ. ബാലൻസ് എത്ര ഉണ്ട് സാറേ? 4 ലക്ഷം സർവീസ് ബാലൻസ് ഉണ്ട്. ഈ 4 ലക്ഷം ബാലൻസ് ഉള്ളപ്പോ തന്നെ രണ്ടാമതൊരു ക്ലെയിമും കൂടെ വന്നു 5 ലക്ഷം രൂപ. ബാലൻസ് ഉണ്ടോ?
ഉണ്ട്, പക്ഷേ തികയില്ല, ഇൻസഫിഷ്യന്റ് ആണ്. ഈ കണ്ടീഷനാണ് നമ്മൾ റീസ്റ്റോറേഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ ക്ലെയിം തൊട്ട് ഓരോ ക്ലെയിം വരുമ്പോഴും നമ്മൾ ഇത് നോക്കും, ബാലൻസ് ഉണ്ടോ, തികയുവോ. തികയില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, വീണ്ടും സം ഇൻഷ്യൂർഡ് സാറിന് കൊടുക്കും. ഇവിടെ സം ഇൻഷ്യൂർഡ് എത്രയായിരുന്നു? 10 ലക്ഷം അല്ലേ? ആ 10 വീണ്ടും ഇട്ടു. സാറിന്റെ നേരത്തെ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. 10ഉം 4ഉം 14 വേണേലും അടുത്ത ക്ലെയിം ഉപയോഗിക്കും. കിട്ടുമോ അങ്ങനെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന്? നിങ്ങൾക്ക് കൂടിപ്പോയാൽ എടുത്ത കാശിട്ട് വരും അല്ലേ? 6 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇട്ട് വരും. അതാണ് പല കമ്പനിയിലും റീസ്റ്റോറേഷൻ. നമ്മൾ അങ്ങനെയല്ല, ആ 10 സം ഇൻഷ്യൂർഡ് എടുത്ത ആൾക്ക് ചിലപ്പോൾ അടുത്ത ക്ലെയിമിൽ 19 ലക്ഷം വരെ ക്ലെയിം കിട്ടാനുള്ള അവസരമുണ്ട്. അതാണ് നമ്മുടെ റീസ്റ്റോറേഷൻ. ഇത് ഒരേ അസുഖത്തിന്, നേരത്തെ സാറ് ചോദിച്ച പോലെ ഒരേ അസുഖത്തിനാണ് വീണ്ടും വന്ന് അഡ്മിറ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, വീണ്ടും 10 ലക്ഷം ഇട്ട് തരും. അപ്പൊ അതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത്രയുമാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന റൈഡേഴ്സ്. അനന്ത്, ബോണസ്, റീസ്റ്റോറേഷൻ അറിഞ്ഞിരിക്കുക. ഇത് കൂടാതെ നമ്മൾ ഈ ടേം പ്ലാൻ ഒക്കെ പറയില്ല, അതായത് ഡെത്ത് സംഭവിച്ചാൽ ഫാമിലിക്ക് ഒരു ഫുൾ എമൗണ്ട് കിട്ടുന്ന അങ്ങനത്തെ ടേം പ്ലാനുകൾ നമുക്കുണ്ട്. കൈയും കാലും ഒടിഞ്ഞ വീട്ടിൽ ഇരുന്നാൽ കുറച്ച് കാശ് കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് നമുക്ക്, അതാണ് നിങ്ങൾ കണ്ട ഒരുപാട് റൈഡേഴ്സ് ഓപ്ഷൻ ഒക്കെ ഇതിനകത്ത് കണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് റൈഡർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ പ്ലാനിനകത്ത് വരുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇനിഷ്യൽ 30 days ആണ് വരുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് പോളിസി എടുക്കുമ്പോൾ നമുക്കുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് 36 മാസവും സ്പെസിഫിക് ഇല്ലസിന് 24 മന്ത്സുമാണ് വെയിറ്റിംഗ് പീരീഡ്. ആൻഡ് മെറ്റർനിറ്റി ഓൾസോ 36 months ആണ്. പിന്നെ PED അസുഖങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ നമുക്ക് എത്രയായിട്ട് കുറയ്ക്കാം? 30 days ആയിട്ട് കുറയ്ക്കാം. വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ എല്ലാ വർഷവും അതിന്റെ ഇൻഷുറൻസ് അടയ്ക്കില്ലേ? അതേപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസും. എവറി ഇയർ നമ്മളത് റിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 3 വർഷത്തേക്കുള്ള പ്രീമിയം അടച്ചു വെക്കാം. നമ്മൾ ഈ ചില മാർജിൻ ഫ്രീ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ 2 എണ്ണം മേടിച്ച് ഒരെണ്ണം ഫ്രീ എന്ന് കാണുമ്പോൾ അതിന് കിട്ടും അല്ലേ? എന്താ ഓഫർ അത്. അതേപോലെ ഇവിടെ 3 വർഷത്തേക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നിങ്ങൾക്ക് പ്രീമിയം അടപ്പിക്കാം, 2 വർഷത്തേക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പ്രീമിയം അടപ്പിക്കാം. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. 2 അല്ല, ഞങ്ങളാണെങ്കിൽ 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തത്, ഒറ്റയടിക്ക് 3 വർഷത്തെ പ്രീമിയം നിങ്ങളുടെ കയ്യിൽ വരും അല്ലേ? ആ കസ്റ്റമർ 3 വർഷത്തേക്ക് നിങ്ങളെ വിട്ട് പോകില്ലെന്നായിരുന്നു. ഈ 3 വർഷം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമർ ഒരു പരിധി വരെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാര്യം, കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചാൽ അവർക്ക് 10% പ്രീമിയം ഡിസ്കൗണ്ട് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രീമിയം മാറുമോ, പ്രീമിയം കൂടുമോ, ഇങ്ങനത്തെ പേടി വേണ്ട. കാരണം 3 വർഷത്തേക്ക് ഞാൻ ഓൾറെഡി അടച്ചേക്കാം. ഇനി 3-ന് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷത്തേക്കെങ്കിലും എടുപ്പിച്ചു. 2 വർഷത്തേക്ക് എടുത്താലും 7% പ്രീമിയം ഡിസ്കൗണ്ട്. EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് 2 മോഡ്സ് ഉണ്ട്, 5 ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് EMI ഉണ്ട്. മിനിമം നമ്മൾ ആക്ച്വലി 30 ആണ് പറയുക. ഇത് റെഡ്യൂസ് ചെയ്തിട്ട് 20 ആക്കി. 28 നമുക്ക് അവൈലബിൾ ആണ്. എത്ര months ആണ് EMI? സർ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3 to 9 months വരെ ഉള്ളതുണ്ട്. അത് നമുക്ക് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞ ഒരു 27 മുതലാണെന്ന് വെച്ചാൽ 6 മാസമായിരിക്കും. അതുപോലെ ഒരു 42 എന്ന രീതിക്ക് പ്രീമിയം പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 9 മാസമായിരിക്കും. 62, 64 പോകുമ്പോൾ 1 വർഷത്തിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ ഏതാണോ എത്രയാണോ നമ്മൾ അവിടെ പ്രീമിയം ഉള്ളിൽ വരുന്നത് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. അതിന് നമുക്ക് ഇനി ഒരു വലിയ ഓഫർ, ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മാഡം പറഞ്ഞത് 5 എന്നത് മുമ്പ് നമുക്ക് 30% നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 30,000 രൂപയാണ് പ്രീമിയം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൽ 30% നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ നമുക്കൊരു ഇൻഷുറൻസ് കമ്പനി വന്നിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഉള്ളവര്. സോ നമുക്ക് 5-ല് 30% വേണ്ട, 20% നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മതി കസ്റ്റമർക്ക് പ്രീമിയം നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റും. ബാലൻസ് 6 മാസമോ അല്ലെങ്കിൽ നമുക്ക് 6 മാസമായിരിക്കും മാക്സിമം 30,000 രൂപ. അത് അവർക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യും. എത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത്? അത് മന്ത്ലി അത് ഒരു 1.5 എന്ന രീതിയിലാണ്. അത് നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിലെല്ലാം കൃത്യമായിട്ട് വരും. കസ്റ്റമർക്ക് മുമ്പേ നമുക്ക് പറയാനും കഴിയും. ടോട്ടലി 18%. EMI ബൗൺസ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ എക്സാക്ട്, നല്ല ചോദ്യമാണ്. EMI ബൗൺസ് ആണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കമ്പനി സൈഡിൽ നിന്ന് ഈ ഇത് കൊടുക്കുമ്പോൾ തന്നെ കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 പ്രാവശ്യത്തിൽ ഇൻ കേസ് പോകുകയാണെന്ന് വെച്ചാൽ മാക്സിമം 15,000 രൂപ വരെ നമുക്ക്
എന്തായിരിക്കും എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം ഒരു EMI-യുടെ പ്രോപ്പറായിട്ട് പേയ്മെന്റ് ചെയ്തതിൽ കസ്റ്റമർക്ക് അഫക്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ രീതിയിലുള്ള റെഗുലേഷൻസ് എന്താണോ ചിലപ്പം ആ പോളിസി ക്യാൻസൽ ആകാൻ വരെ സാധ്യത. അപ്പൊ നമുക്ക് 1-2 പ്രാവശ്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. അതിന് കൂടുതൽ അടച്ചില്ല എന്ന് വെച്ചാൽ ആ പോളിസിനെ ക്യാൻസൽ ആകാനും സാധ്യത. ഇതില് സാർ ചോദിച്ചൊരു ചോദ്യം ഇൻട്രസ്റ്റിന്റെ ചോദിക്കുമ്പോൾ ശരിയാണ് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് നമ്മൾ ഈ പറയുന്ന EMI ചെയ്യുമ്പോൾ മിനിമം 3 ഇയർ പ്ലാൻ ആയിട്ടാണ് ചെയ്യുക. അപ്പൊ ആ 3 ഇയർ പ്ലാൻ ചെയ്യുന്നതിൽ 10% ഡിസ്കൗണ്ട് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഇൻട്രസ്റ്റിന്റെ ഫീൽ കസ്റ്റമർക്ക് വരില്ല. ഒരിക്കലും അതിലൊരു നഷ്ടവും ഇല്ല കേട്ടോ, ഒരു രീതിയിലും നഷ്ടം വരില്ല. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നീ റീപ്ലേസ്മെന്റ് പേഷ്യന്റ് ആണ് വിചാരിക്കുന്നത്, അതാണ് PED-യിൽ വരും. നീ റിപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ഇൽനെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് സാധാരണക്കാരിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന, സാധാരണക്കാരനല്ല എല്ലാവർക്കും കണ്ടുവരുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കോമൺ ആയിട്ട്, എന്നാൽ എന്താ പറയുക ക്രിട്ടിക്കൽ അല്ല. പറഞ്ഞ നീ റിപ്ലേസ്മെന്റ് അങ്ങനെയാണ്, ലൈക്ക് മാരക രോഗങ്ങളല്ല എന്ന് പറയാം, സ്ലോ ഗ്രോയിങ് ഡിസീസസ്. എളുപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ കണ്ടുവരുന്ന സ്റ്റാർട്ടിങ് ഫ്രം ഹെഡ്, മൈഗ്രെയിൻ, തിമിരം, കാറ്ററാക്റ്റിന്റെ സർജറി, മൂക്കിലെ ദശ വളരില്ല, അഡിനോയിഡ്, ചെവിയില് പാട കിട്ടുക, അതേപോലെ ടോൺസൺ, തൈറോയ്ഡ് സംബന്ധമായിട്ട് വരുന്നത്, ഹെർണിയ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, സ്റ്റോണ്, യൂട്രസ് സംബന്ധമായിട്ടുള്ളത്, സിസ്റ്റുകള്, ഫൈബ്രോയിഡുകള്, പിന്നെ സർ പറഞ്ഞ നീ റീപ്ലേസ്മെന്റ്, വെരിക്കോസ്, ഈ പറഞ്ഞ അസുഖങ്ങൾ. ഇതിന്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് കേട്ടോ, രാജേഷ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. ഈ ഒരു ലിസ്റ്റ് ഉള്ള അസുഖങ്ങൾ പല ആൾക്കാരും ഈ അസുഖം കണ്ടുവരുമ്പോൾ സർജറി പറയുമ്പോൾ ഓടിപ്പോയി ചോദിച്ചു, കാരണം ഇത് പെട്ടെന്ന് മുളച്ചു വരുന്നതുമാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പോളിസി എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നതെന്ന് പറഞ്ഞാലും 2 ഇയർ കഴിഞ്ഞിട്ടേ കവറേജ് കൊടുക്കുള്ളൂ. നമ്മൾ ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള അസുഖത്തിനെ സ്പെസിഫിക് ഇൽനെസ് എന്നാണ് പറയുന്നത്. 2 ഇയേഴ്സ് ആണ്. സാറിന്റെ ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ പാർക്ക് ചെയ്തിരുന്നു, ബിക്കോസ് അതിനെ വെയിറ്റ് ചെയ്തിട്ടൊരു സസ്പെൻസ് ഉണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സസ്പെൻസിലേക്ക് പോവാം. വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനീസിൽ ഒരു 5 lakhs കവറേജ് വിചാരിക്കും, ഇതിൽ സൂപ്പർ ടോപ്പ് എടുക്കുമ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ പ്ലാൻ ടോപ്പ് ആയിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞതിൽ നമുക്ക് ഡിഡക്റ്റബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ പ്ലാൻ എടുത്തിട്ട് വേണമെങ്കിൽ ആ വേറെ കമ്പനിയിലുള്ള ബേസ് പ്ലാൻ വേണമെങ്കിൽ ഡിഡക്റ്റബിൾ ആയിട്ട് കാണിക്കാം. ബട്ട് ദർ വിൽ ബി സം റിസ്ക് ഓൾസോ. കാരണം ഒരു ക്ലെയിം വരുമ്പോൾ അറിയാലോ ആ എമൗണ്ട് കഴിഞ്ഞിട്ടേ ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഫൈൻ ചെയ്യാം. So this is the whole Sarva plan.